10ാം ക്ലാസ്സിൽ പഠിക്കാൻ എല്ലാ ഫീസും അടച്ചത് കൃഷിക്കകത്തുനിന്നുള്ള പൈസ കൊണ്ടാണ്. ഒരു പുതിയ സൈക്കിൾ മേടിച്ച്, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കമ്മൽ മേടിച്ച്, ഒരുവിധം എല്ലാ പഠിക്കുന്ന കാര്യങ്ങളും ഇപ്പോഴും പഠിക്കുന്ന 100 രൂപ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലുണ്ടായിരിക്കും. കാരണം ചീര പറിച്ചു കൊടുത്താലും കാശല്ലേ, എല്ലാം കയ്യിലുണ്ടാവും. പിന്നെ ഒറ്റയ്ക്ക് ചെയ്യണമെന്നില്ല. ചീരയുടെ പൈസ കയ്യിരിക്കും. 10,000 രൂപയ്ക്കുണ്ട്. 10,000 രൂപയ്ക്ക് വിറ്റതാണ്. അതിപ്പോൾ 1000 രൂപ പുള്ളിയുടെ കസ്റ്റഡി ഇരിക്കുക. ഫീസ് സ്കൂളിലെ കാര്യങ്ങൾ ഇപ്പൊ തീരാറായില്ലേ, +2 ആണ്. ഓരോ കാര്യങ്ങൾക്കായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടീവാ, ടീച്ചറും സാറും കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. വന്നാലും വീട്ടിലോട്ടല്ല എല്ലാവരും ഓടി വരുന്നത്, നമ്മുടെ കൃഷി സ്ഥലത്തോട്ടാണ് ഓടി വരുന്നത് എല്ലാവരും. ഈ വിളവെടുത്ത സാധനങ്ങൾ കണ്ടോളൂ. ഞങ്ങൾക്കൊരു ചെറിയ ഷോപ്പുണ്ട്, ചെറിയൊരു ലുലുമാണ് ഞങ്ങളുടെ കടയെന്ന് പറഞ്ഞാൽ. കണ്ടാ, ഇതിലൂടെ ഞങ്ങൾ ഇത് വിൽപ്പന ചെയ്യും. ഇപ്പോൾ ആൾക്കാർ വരുമ്പോൾ ചീര ഞങ്ങളിപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കും. ഒരു ബക്കറ്റിനകത്ത് കൊണ്ട് വെള്ളം ഇട്ടിട്ട് അതിനകത്ത് വെച്ചേക്കും. ഇപ്പോൾ കണ്ട ചീര നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നവർക്ക് അന്നേരം പറിച്ചു കൊടുക്കത്തുള്ളൂ. നമ്മൾ പറിച്ചു ഇവിടെ വെക്കാറില്ല. ചീര അത്യാവശ്യം കാണാൻ വേണ്ടി മാത്രമേ വെക്കുള്ളൂ, അല്ലെങ്കിൽ വാടിപ്പോകും സാധനം. നാടൻ സാധനങ്ങൾ ഷോപ്പ്. ഇത് നാടൻ ചെയ്യാൻ പണണ്ട. ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൃഷി ചെയ്താണ് അവർ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് വിൽപ്പന ചെയ്യാനായിട്ട്. ബാക്കിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് നമ്മുടെ വയറ്. ഒറ്റയ്ക്ക് ഇല്ല, ഞങ്ങൾ 4 പേരുണ്ട്. എൻ്റെ കുടുംബം, ഞാനുൾപ്പെടെ 4 പേര്. അമ്മയുണ്ട്, പിന്നെ എൻ്റെ മക്കൾ 2 പേര്, ഭാര്യ. അവരാണ് എന്നെ സഹായിക്കുന്നത്. വെള്ളമായിട്ട് വരുന്ന ആളുടെ മൂത്ത ആള് പൗർണമി സായി എന്ന് പറയും. പുള്ളിയുടെ മാരേജ് കഴിഞ്ഞു. അതുവരെ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവിടെ കല്യാണം ചെയ്യാൻ വീട്ടിലും പോയി ചെയ്യുന്നുണ്ട്. പിന്നെ ഇളയാള് സൗവർണിക സായി, +2 പഠിക്കുന്നു. ഇത് ഭാര്യ ബിജി. ഇവർ ചെറുപ്പം തൊട്ട് ഈ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, പച്ചക്കറിയൊക്കെ നമ്മൾ ഇവരെ കഴിച്ചും കൃഷി ചെയ്തൊക്കെ ചെയ്യണം. അവർ കഴിക്കുന്ന സാധനങ്ങൾ തന്നെ മറ്റുള്ള കുട്ടികളും മറ്റുള്ള ആൾക്കാരും കഴിക്കണമെന്നുള്ള ഒരു വാശി ഞങ്ങൾക്കൊണ്ട് ആഗ്രഹമുണ്ട്. അതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഒരു ദിവസം ഞങ്ങൾ ഇവിടെ നനച്ച് രാവിലെ പോയിട്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കപ്പയും സാധനമൊക്കെ പറിച്ചിട്ടേക്കുന്ന ആള് ആരാന്ന് നമുക്ക് അറിയത്തില്ല. കപ്പ പറിച്ചിട്ട കപ്പകൾ ഞങ്ങൾ 3 പേരും കൂടി പിന്നെയും പറിച്ച് കുത്തി ശരിക്കും നനച്ച് റെഡിയാക്കി ആ വർഷം കൊണ്ട് 10-200 കിലോ കപ്പ കൊടുത്തല്ലേ. ആ പറിച്ച് നശിപ്പിച്ച് നമുക്കറിയില്ല കളഞ്ഞത് അറിയില്ല. പക്ഷെ അത് ഇത്രയും പൊക്കമായ ഇതായിരുന്നു, ചെറിയ പൊക്കായതായിരുന്നു. 3-4 ഇതളോട് കൂടി വന്നത്. അത് മൊത്തം 10-200 ചോടുണ്ടായിരുന്നു. മൊത്തം പറിച്ച് തലയിടിച്ച് വെച്ചേച്ച്. എന്നിട്ട് അത് ഞങ്ങൾ രണ്ടാമത് വീണ്ടും പറിച്ച് കുത്തി വെച്ച് നനച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ വാശിയായി ചെയ്ത്. അതിൽ നിന്ന് 10-250 കിലോ ഞങ്ങൾ ഞങ്ങൾക്ക് കടയുണ്ട്, ആ കട വഴി ഞങ്ങൾ വിൽക്കുകയും ചെയ്തതാണ്. അതൊക്കെ വാശിയാണ്, കൃഷി ഒരു വാശി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉത്സവത്തിന് വേണ്ടി കൃഷി ചെയ്ത ചീരയാണിത്. ഇത് പട്ടുചീര എന്ന് പറയും. അങ്ങോട്ട് നിൽക്കുന്നത് ബ്ലാത്താങ്കരയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2-3 പറിച്ച് കാണിച്ചു തരാം. കുഴപ്പമില്ല, കഴിക്കാറായതാണ്. അല്ല, ഇത് എൻ്റെ ആരോഗ്യം കണ്ട. ഇതിന് നമ്മൾ ചെയ്തിരിക്കുന്ന വളമെന്ന് പറഞ്ഞാൽ ഇത് മൂത്രമണ്ണും ചാണാൻ കൂടി ഇട്ടാണ്. കണ്ട, അതിനകത്ത് കോഴി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് സംഭവം. നിങ്ങൾ മറ്റേ എവിടെന്നെങ്കിലും മേടിക്കുന്ന പോലെയുള്ള ചീര അല്ല ഇത് സംഭവം. എന്താ ഇതിപ്പോൾ ആരോഗ്യമായിട്ടുണ്ട്. ചീരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിയ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം അരിയുമ്പോഴത്തേക്ക് വെള്ളമായിട്ട് പോകും. ഈ തണ്ട് വെള്ളത്തിലാണ്. അപ്പം നമ്മൾ പിന്നെ ചെറുതായിട്ട് തോരൻ വെക്കാൻ നോക്കിയാൽ സാമ്പാറായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ശൈലിയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ കൃഷി ചെയ്യുമെന്നുള്ളത്. ഇത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ചെയ്താൽ എനിക്ക് മറ്റേ പുതിയ രീതിയിലുള്ള കൃഷികളോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. പുതിയ രീതിയിലൊന്ന് ഹോർട്ടിപ്പോണിക്ക് അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ടല്ലോ, അതിനോട് നമ്മൾക്ക് വലിയ താല്പര്യമില്ല. ഇതാണ് നമ്മളുടെ പരമ്പരാഗത കൃഷി. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ല നോക്ക്, എല്ലാവരും പറഞ്ഞു എല്ലാവരും ചീരകൾ പൊട്ട് വീണ് പോകുന്നുണ്ട്. ഇതിനകത്ത് നോക്കിയാൽ എവിടെയാണ് പൊട്ട് വീണുന്നത്? ചീര നോക്കിയാൽ കണ്ട ഇത് ഇപ്പോൾ റെഡിയായി നിൽക്കുന്ന ചീരയാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു 4-5-6 യോട്, ഇപ്പോൾ 2, 3, 6, ഒരു 8 യോടുണ്ടെങ്കിൽ 1 കിലോ സാധനം തോന്നുന്നത്. അപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അതാണ് നമ്മളെ വില നമുക്ക് കിട്ടിയേ വരത്തുള്ളൂ. അതങ്ങനെയാണ് നമ്മൾ മേടിക്കുന്നത്, ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി പയർ പറിച്ച് കാണിച്ചു തരാം. പയറുണ്ട്, നമ്മുടെ നാടൻ കഞ്ഞിക്കുഴി പയറെന്ന് പറയും, 16 മണി പയറെന്ന് പറയും സംഭവം. പാവല് ക്ഷീണമായിപ്പോയി. പാവല് ഞാൻ നടാറില്ല, ഇന്നെ ഇച്ചിരി വെച്ചാണ്, അത് ക്ഷീണമായിപ്പോയി. പാവലിന് എപ്പോഴും ഇതാണ്. ഈ മരുന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മരുന്ന് കളിക്കുകയാണെങ്കിൽ ഇതെല്ലാം കിട്ടും, പക്ഷെ അതിനോട് നമുക്ക് താല്പര്യമില്ല. ഇതാണ് നമ്മുടെ വീട്, ചെറിയ വീട്, കാര്യങ്ങൾ ഞങ്ങളുടെ വീട്. ഇത് പുള്ളി കൂടി സഹായിച്ച് ചെയ്ത കൃഷിയാണിത്. ഇത് അപ്പം ഇത് നമ്മുടെ കഞ്ഞിക്കുഴി പയറാണ്, 16 മണിയുടെ പയറാണിത്. ഇത് ഞങ്ങൾ 3 പേരും കൂടി കൃഷി ചെയ്താണ്. ഇപ്പം നമ്മൾ വെച്ചിട്ട് ഒരു മാസം മിനിസമായിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ കണ്ട അപ്പോൾ ഇതായി കിടക്കണുണ്ട് ഒരു നീളമുണ്ട്. ഇതൊരു 3-4 കിലോത്തോളം ഒരു ദിവസം നമുക്ക് വിളവ് കിട്ടും. ഇത് ഞാൻ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 60 രൂപ അര കിലോ വെച്ചാൽ തൂക്കി കൊടുക്കുന്നത്. അത്ര കൊടുക്കത്തുള്ളൂ. കാശൊക്കെ സൂക്ഷിക്കുന്നത് ഈ പുള്ളി തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഇതൊന്നും എടുത്ത് ഇത് എന്താ പറിക്കാൻ എന്താ ഇന്നലെ പറിക്കേണ്ടതല്ലായിരുന്നു. ഇതൊക്കെ ഇതായി പിടിച്ചിരിക്കുന്നതൊക്കെ മൂത്തതാണ്. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കാനേ പറ്റും. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. വലിയ പയർ അതിനകത്തുണ്ടാവും, അത്രേ ഉള്ളൂ. ഇതാണ് കറക്റ്റ് പരിപാടിപ്പം. ഇത് കണ്ടത് ഇങ്ങനെ നമ്മൾ ഇന്നലെ പറിച്ചായിരുന്നു. നമ്മൾ വീട്ടിൽ കറി വെച്ചിട്ട് ഇവരെടുത്ത് കറി ഞാൻ പാത്രം എടുത്ത് കറിയൊക്കുന്നുണ്ട്. അതാണ് സംഭവം. അതാണ് സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണ് ടീച്ചറും സാറും ഒക്കെ. പിന്നെ സ്കൂളിലും കൃഷിയുണ്ട്. നമ്മുടെ NSSന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃഷി, വെണ്ടയും ചീരയൊക്കെ വെക്കുന്നത്. അപ്പോൾ പിന്നെ കൂട്ടുകാരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം, എല്ലാം പറഞ്ഞു കൊടുക്കണമൊക്കെ നമ്മളാണ്. അതെ, അവാർഡ് കിട്ടുന്നുണ്ട്. വീട്ടിലെല്ലാവർക്കും കുടുംബത്തിനായിട്ടും എൻ്റെ കുട്ടി കർഷകരുടെ അവാർഡും പിന്നെ ഉത്തമ കൃഷി കുടുംബം എന്നൊക്കെ പറഞ്ഞുള്ള അവാർഡ് കിട്ടുന്നുണ്ട് നമ്മൾ കൃഷിഭവൻ്റെ. പിന്നെ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ട് വേണം, ടീച്ചറും സാറും കൂട്ടുകാരൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. വന്നാലും വീട്ടിലോട്ടല്ല എല്ലാവരും ഓടി വരുന്നത്, നമ്മുടെ കൃഷി സ്ഥലത്തോട്ടാണ് ഓടി വരുന്നത് എല്ലാവരും. വരുമ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും വരുമ്പോൾ എല്ലാവരും വീട്ടിലോട്ടല്ല, പെട്ടെന്ന് ഇങ്ങോട്ട് പാടത്തോട്ടാണ് നടന്നു വരുന്നത് കാണാൻ വേണ്ടി. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും വീടിനേക്കാളും സാധാരണ ആൾക്കാർ വരുമ്പോൾ വീട്ടിലോട്ടാണ് കയറുന്നത്, എല്ലാവരും പാടത്തോട്ടാണ് വരുന്നത്. അച്ഛൻ ചെയ്ത് കണ്ട് ആദ്യം കാണത്തെ അച്ഛൻ ചെയ്യണതും നമ്മൾ നോക്കും. പിന്നെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പഠിച്ച് പിന്നെ ചെയ്ത് ഇഷ്ടമായി. ആദ്യം ചെറിയ രീതിക്കൊക്കെ ചെയ്യത്തില്ലായിരുന്നു. കൊറോണ സമയത്താണ് പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോഴും ചെയ്യുന്നു. ഇപ്പം പിന്നെ ക്ലാസ് ഇതൊക്കെ ആയതുകൊണ്ട് ഒത്തിരി അച്ഛനെ സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പോൾ അച്ഛൻ പണിക്ക് പോകും വേറെ. അപ്പോൾ വൈകിട്ട് വന്ന് നമ്മൾ ഞാനും അമ്മയും കൂടെ നനയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ അച്ഛൻ വരുവാണെങ്കിൽ അച്ഛനും സഹായിക്കും അതിന്. ഇപ്പം ഞാൻ ഇവരെയൊക്കെ ചെറുപ്പത്തിൽ വിളിച്ചുകൊണ്ട് ഞാൻ നനക്കുന്ന ഈ പൈപ്പ് വലിച്ചുകൊണ്ട് ഞാൻ പോരുമ്പോൾ എൻ്റെ പുറകെ ഇവർ കാണും. ഞാൻ തിരിഞ്ഞു നോക്കണ്ട. മൂത്താൾ പറയും അച്ഛൻ പോയിട്ടുണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ താമസിച്ചിട്ട് 1 വർഷമായുള്ളൂ. ഞങ്ങൾക്ക് വേറൊരു വീടുണ്ടായിരുന്നു, ഞങ്ങളത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതാണ്. ഇപ്പോൾ കൃഷി നല്ലോണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ആകുമ്പോഴേ നമ്മൾ കൃഷിയായിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. പിന്നെ സമയത്ത് ഇപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൃഷിയും ചെയ്യാൻ എല്ലാ കാര്യങ്ങളും നടക്കും. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് സെറ്റിലായതാണ്. ചെറിയൊരു വീടൊക്കെ വെച്ച് ഇങ്ങോട്ട് മാറിയതാണ് സംഭവം. അപ്പോൾ ഈ സാധനം വെച്ച് നമ്മൾ പോരുമ്പോഴത്തേക്ക് പൈപ്പ് വെച്ചിട്ട് പോരുമ്പോഴത്തേക്ക് ഇവർ കൂട്ടത്തിൽ പോരും. അങ്ങനെയാണ് നിങ്ങൾ കൃഷിക്കാരായത്. ഇവർക്ക് കൃഷിയിൽ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും പഠിത്തമൊക്കെ കൊണ്ടുപോയി ഞാൻ കുറേശ്ശെ ഇവരെ ഉപയോഗിക്കുള്ളായിരുന്നു. പക്ഷേ ആ കൊറോണ സമയത്ത് എല്ലാവരും പിറക്കാത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും കൂടി 4 പേര്, പുള്ളിക്കാരത്തി അന്ന് ഇവിടെ കടയുണ്ടായിരുന്നു, ഭാര്യ പിന്നെ വൈകുന്നേരം വെയിലൊക്കെ കയറി ചെയ്യുമ്പോൾ ഒന്നും ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോണിൽ പാട്ടും വെച്ച് ഉള്ളിൽ പാട്ടും വെച്ചിട്ട് ഞങ്ങൾ പാടത്ത് നെയ്യും. വെയിലാകുമ്പോൾ ഇവിടെ ഈ മാവിന് താഴെ വന്നിരിക്കും. വീട്ടിൽ നിന്ന് ഭക്ഷണം ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ കുറച്ച് നേരം വിശ്രമിക്കും. പിന്നെ വെയിൽ കയറും. പിന്നെ അങ്ങനെ 35 ദിവസത്തോളം ഈ പാടത്ത് ഞങ്ങൾ അന്ന് കഷ്ടപ്പെട്ടു. അതിനുള്ള അംഗീകാരം ഞങ്ങൾക്ക് ഇടുകയും ചെയ്ത്. അതുപോലെ തന്നെ ഞങ്ങൾക്കത് വിളവും കിട്ടുന്നല്ലോ. നെൽകൃഷി ഉണ്ടായിരുന്നു, ബന്ദി, പിന്നെ ഇതുപോലെ പച്ചക്കറികൾ, എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്യുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. നല്ല സാധനം കഴിക്കുകയും ചെയ്യാം. മനസ്സിലായി? എൻ്റെ ശരീരം നോക്കണ്ട. എൻ്റെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിത് പണിയെടുക്കുന്നത് കൊണ്ടാണ്. മറ്റുള്ളവരെ നമ്മളുടെ ആരോഗ്യം പോലെ തന്നെ മറ്റുള്ളവരാരാ അത് നമുക്ക് സംരക്ഷിക്കാവുന്നൊരു ബാധ്യത കൂടി നമുക്കുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുക എന്ന സാധനങ്ങൾ കൃത്യമായിരിക്കണം. വിഷമില്ലാത്ത കൊടുക്കുക. അത് ഞങ്ങളുടെ ഒരു മാർക്കറ്റാണ്, ഞങ്ങളുടെ ഒരു സംഭവമാണ്. ഒറ്റക്ക് ചെയ്യണ്ടല്ലോ, ഒരാൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു സഹായമായിരുന്നു. സ്കൂളിൽ പോയിട്ടൊക്കെ വന്ന ഒറ്റക്ക് അച്ഛനുമായിട്ട് നനക്കണം. ഞങ്ങൾ മിണ്ടിയും പറഞ്ഞൊക്കെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഒറ്റക്കായി. അവിടെയും ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ട്. അവിടെ ചെയ്ത് ഇല്ല അവിടെ തരും. വരുമ്പോഴത്തേക്ക് കൂടി തരും. എനിക്ക് അച്ഛനും തരുവേ. പിന്നെ ഇവർക്കുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഒരു കുറഞ്ഞൊരു 6 വർഷം കൊണ്ട് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കൊണ്ടാണ് അവർ പഠിത്തവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പണിക്ക് പോകായിരുന്നു. അപ്പോൾ പണി ഇല്ലായിരുന്നത് കൊണ്ട് രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ വെയിലൊരു 12 മണിയാകുമ്പോൾ 11 മണിയൊക്കെ ആകുമ്പോൾ വെയിലാകുമ്പോൾ നമ്മൾ കയറിപ്പോവും. വെയിലത്ത് നിൽക്കാൻ പറ്റത്തില്ല, കയറിപ്പോവും. പിന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പുറത്തുനിന്നൊരു പണിക്കാരനെ വെച്ച് ചെയ്യാറില്ല. ഞങ്ങൾ തന്നെ സമയം കിട്ടുന്ന ഇങ്ങനെ വെട്ടി വെച്ച് റെഡിയാക്കും. പിന്നെ ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. നമുക്കിപ്പോൾ 5 പശുവുണ്ട്.
5 പശുവിൻ്റെ പിന്നെ ചാണാൻ നമ്മൾ ഉണക്കിയിട്ട് അതിൻ്റെ പൊടി ഇടും. പിന്നെ നമ്മൾ ആഞ്ഞിലിക്കരിയില കത്തിച്ചിട്ട് അതിൻ്റെ ചാരം എടുത്തിടും. അങ്ങനെയൊക്കെയുള്ള ഇവിടുന്ന് തന്നെ കിട്ടുന്ന വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ കാശ് കൊടുത്ത് വേറെ വളങ്ങളൊന്നും മേടിക്കാറില്ല. അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ബാ പറയണ വെയിലാണ്, പോര് ബാ. ഇച്ചിരി കഴിഞ്ഞ് രാവിലെ വന്നല്ലേ, ബാ പോര് ബാ.